ക്ലീൻ കേരള കോൺക്ലേവിന് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധമായും പണം അനുവദിക്കണമെന്ന് തിട്ടൂരമിറക്കി സംസ്ഥാന സർക്കാർ. പണം കൈമാറുന്നതിനുള്ള ജിയോ പ്രോജക്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്ന ഉത്തരവ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ ഫണ്ടുകളിൽ നിന്ന് സർക്കാർ കൈയിട്ട് വാരുന്നത് 8 കോടിയിലധികം രൂപയാണ്. ജനം ബ്രേക്കിംഗ്. വുമായി ബന്ധപ്പെട്ട് കൈവരിച്ച നേട്ടങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയാണ് ഏപ്രിലിൽ സർക്കാർ വൃത്തി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ സർക്കാർ കൈയിട്ട് വാരുന്ന കാര്യം ജനം TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. വിമർശനങ്ങൾ ഉയർന്നിട്ടും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് സർക്കാർ പുതിയ ഉത്തരവിലൂടെ. പണം കൈമാറുന്നതിനുള്ള ജിയോ പ്രോജക്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണമെന്നതാണ് പുതിയ തിട്ടൂരം. തനത് ഫണ്ടിൽ നിന്നോ പ്ലാൻ ഫണ്ടിൽ നിന്നോ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നോ തുക കണ്ടെത്താനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള നിർദ്ദേശം. പണം ശുചിത്വ മിഷന്റെ അക്കൗണ്ടിലും നിക്ഷേപിക്കണം. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും 8 കോടിയിലധികം രൂപയാണ് സർക്കാർ പിരിച്ചെടുക്കുക. ആശുപത്രി മാലിന്യം തമിഴ്നാട്ടിൽ കൊണ്ട് തള്ളിയതിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലടക്കം കണക്കിന് വിമർശിച്ചതിന്റെ ചൂട് മാറും മുമ്പാണ് മാലിന്യ സംസ്കരണത്തിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കോൺക്ലേവ് നടത്തുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.